നമസ്കാരം. ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ശതകോടീശ്വരന്മാരാക്കാൻ കഴിവുള്ള ഒരു നിധി ബഹിരാകാശത്തുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ചു പാടായിരിക്കും. സയൻസ് ഫിക്ഷൻ സിനിമയുടെ കഥയോ നോവലോ അല്ല ഇത്. ബഹിരാകാശത്ത് കണ്ടെത്തിയിട്ടുള്ള 16 സൈക്കി എന്ന ചിഹ്നഗ്രഹത്തിനാണ് ലോകത്തെ എല്ലാ മനുഷ്യരെയും ശതകോടീശ്വരന്മാരാക്കാൻ കഴിവുള്ളത്. സൗരയുദ്ധത്തിൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ഒരു ഭീമൻ ചിഹ്നഗ്രഹമാണ് 16 സൈക്കി. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള 100 കണക്കിന് ചിഹ്നഗ്രഹങ്ങളെക്കാൾ സമ്പത്ത് 16 സൈക്കിയിലുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. പൂർണ്ണമായും ലോഹ കവചമുള്ള ഈ ചിഹ്നഗ്രഹത്തിന്റെ അകക്കാമ്പ് നിക്കൽ, ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളാൽ സമ്പന്നമാണ്. 225 കിലോമീറ്റർ അഥവാ 140 മൈൽ വ്യാസമാണ് 16 സൈക്കിക്ക് കണക്കാക്കുന്നത്. ഇത്രയും വിശാലമായ പ്രദേശത്തിന്റെ അന്തർഭാഗത്ത് അളക്കാനാവാത്ത അളവിൽ സ്വർണവും പ്ലാറ്റിനവും ഭൂമിയിലേതിന് സമാനമായ മറ്റനേകം അപൂർവ ലോഹങ്ങളും ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതാണ് സൗരയൂഥത്തിലെ തുറക്കാത്ത നിലവറയായി 16 സൈക്കിയെ ശാസ്ത്രലോകം കണക്കാക്കാനുള്ള കാരണവും. ഏകദേശം 10,000 ക്വാഡ്രില്യൺ ഡോളറാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ മൂല്യം കണക്കാക്കുന്നത്. ഒരു ക്വാഡ്രില്യൺ എന്നാൽ 1000 ട്രില്യന് തുല്യമാണ്. ലോകത്തെ എല്ലാ മനുഷ്യരെയും ശതകോടീശ്വരന്മാരാക്കാൻ ഈ സമ്പത്ത് ധാരാളമാണ്. 1852 ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ ആനിബേൽ ഡി ഗാസ്പാരിസ് ആണ് അസാധാരണമായ ഈ ചിഹ്നഗ്രഹം കണ്ടെത്തിയത്. ഗ്രീക്ക് പുരാണങ്ങളിലെ സൈക്കി എന്ന കഥാപാത്രത്തിന്റെ ഓർമ്മയ്ക്കാണ് ചിഹ്നഗ്രഹത്തിന് ആനിബേൽ സൈക്കി എന്ന പേര് നൽകിയത്. സ്വർണമടക്കമുള്ള ലോഹങ്ങളുടെ അപൂർവ ശേഖരമാണ് 16 സൈക്കി ചിഹ്നഗ്രഹത്തിൽ ഒളിഞ്ഞിരിക്കുന്നതെങ്കിലും അതിനെ ബഹിരാകാശത്ത് വെച്ച് കുഴിച്ചെടുക്കുന്നതും ഭൂമിയിൽ എത്തിക്കുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും 16 സൈക്കി ചിഹ്നഗ്രഹത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കാനുള്ള ശ്രമത്തിലാണ് നാസ. ഇതിനായി സൈക്കി എന്ന ബഹിരാകാശ പേടകത്തെ നാസ 2023 ഒക്ടോബറിൽ അയച്ചിരുന്നു. 3.5 ബില്യൺ കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് 2029 ഓഗസ്റ്റിൽ സൈക്കി പേടകം ചിഹ്നഗ്രഹത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ സ്വർണ്ണവില കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വർണത്തിന് വില കൂടാൻ കാരണങ്ങളും അനേകമാണ്. എന്നാൽ സ്വർണം ഭൂമിയിൽ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ സ്വർണ്ണ ഖനികളിൽ നിന്ന് എന്നാണ് നമുക്ക് പറയാനാവുന്ന ഉത്തരം. എന്നാൽ സ്വർണത്തിന്റെ ഉത്ഭവ കഥ വളരെ പഴയതാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഭൂമിയേക്കാൾ പഴക്കമുണ്ട് ഈ കഥയ്ക്ക്. പുരാതന കാല ആസ്റ്റിക് വിഭാഗക്കാർ സ്വർണം സൂര്യന്റെ വിയർപ്പിൽ നിന്നുണ്ടാക്കിയതാണെന്ന് കരുതിയിരുന്നു. ഇതൊരു കെട്ടുകഥയിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ്. എന്നാൽ സ്വർണമുണ്ടായത് നക്ഷത്രങ്ങളുടെ പരിണാമദശയിൽ അവസാനം സംഭവിക്കുന്ന സൂപ്പർനോവ വിസ്ഫോടനത്തിലാണെന്ന് പ്രബലമായ ഒരു സിദ്ധാന്തം പറയുന്നുണ്ട്. സൈക്കി 16 എന്ന ചിഹ്നഗ്രഹങ്ങൾക്കിടയിൽ അതിപ്രശസ്തനാണ്, അതേപോലെ വ്യത്യസ്തനും. സ്വർണവും അതുപോലുള്ള വിലയേറിയ ലോഹങ്ങളും കൊണ്ടാണ് സൈക്കി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഭൂമിയിലെ മുഴുവൻ രാജ്യങ്ങളുടെയും മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ ആകെ തുകയേക്കാൾ കൂടുതലാണ് ഇതിലുള്ളത്. ചിഹ്നഗ്രഹത്തിന്റെ ഒരു തരി കിട്ടുന്നവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ ജെഫ് ബെസോസിനേക്കാൾ സമ്പത്തുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. സ്വർണം, ഇരുമ്പ്, നിക്കൽ എന്നിവയ്ക്കൊപ്പം ഭൂമിയിൽ അത്യപൂർവമായ ലോഹങ്ങളും ഉള്ളതിനാലാണ് ഇത്രയും വില വരുന്നത്.